അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേങ്ങര ദാറുൽ ഹദീസിലെ ലൈബ്രറിയിലെ ഒരു കിതാബ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ഇമാം അജ്ലൂനി തങ്ങൾ എഴുതിയ ഒരു ഷറഹ്, അൽ ഫൈദുൽ ജാരി ബി ഷറഹി സ്വഹീഹി ഇമാമിൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഒരു കിതാബിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 20 വാള്യങ്ങളിലായിട്ട് ഈ കിതാബുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിലെ ഓരോ വാള്യവും എടുത്തു നോക്കിയാൽ 800ഓളം പേജുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹീഹുൽ ബുഖാരിയുടെ മറ്റു ഷറഹുകളിൽ നിന്ന് ഈ ഒരു ഷറഹിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം, ഇത് മുത്താലഅ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഇബാറത്തുകൾ നൽകിയും ഒരു വ്യത്യസ്ത ശൈലിയാണ് മഹാനവറുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വിഷയം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റു ഹദീസുകൾ ഉൾപ്പെടുത്താനും മഹാനവറുകൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയിൽ 7563ഓളം ഹദീസുകളുണ്ട്. എന്നാൽ ഈ 20 വാള്യങ്ങൾ ഉണ്ടെങ്കിലും സ്വഹീഹുൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകൾക്കും മഹാനവറുകൾ ഷറഹ് എഴുതിയിട്ടില്ല. 4480 ഹദീസുകൾക്ക് മാത്രമാണ് ഷറഹ് എഴുതിയിട്ടുള്ളത്. ഏതായാലും ഈ കിതാബിനെ നാം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു ചെറിയ വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇതിൻ്റെ 19-ാം വാള്യം 624-ാമത്തെ പേജിൽ പറയുന്ന ഒരു ചെറിയ വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ബദരീങ്ങളെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഷറഹിൽ അജ്ലൂനി തങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. 44 ബദരീങ്ങളുടെ പേരാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുള്ളത്. ആ 44 ബദരീങ്ങളുടെ പേരുകൾ പറയുകയും മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ ബദരീങ്ങളുടെ പേരും മഹാനവറുകൾ ഈ കിതാബിൽ കൊണ്ടുവരുന്ന സമയത്ത് ഓരോ ബദരീങ്ങളുടെ പേര് പറയുമ്പോഴും റളിയല്ലാഹു അൻഹു എന്ന് മഹാനവറുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനത്തിൽ മഹാനവറുകൾ പറയുന്നു, ഇങ്ങനെ ബദരീങ്ങളുടെ പറയുന്ന സമയത്ത് ഓരോരുത്തരുടെ പേരിനും പ്രത്യേകമായിട്ട് തർളിയത്ത് ചൊല്ലുക, റളിയല്ലാഹു അൻഹു പറയുക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് മഹാനവറുകൾ പറയുന്നത് കാണാം, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ബദരീങ്ങളുടെ പേര് ബുഖാരിയിൽ കൊണ്ടുവരാനുള്ള കാരണം മിൻ ഫവായിദി മഅരിഫത്തിഹിം, അവരുടെ പേരറിയൽ കൊണ്ടുള്ള ഫായിദ അത്തവസ്സുലു ബി അസ്മാഇഹിം വദ്ദുആഉ ബിഹാ, അവരുടെ പേരുകൊണ്ട് തവസ്സുലാക്കലും അവരെ പേരുകൊണ്ട് ദുആ ചെയ്യലുമാണ്. ഫഇന്നഹു യുർജാ ഇജാബത്തുഹു, അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മഹാനവറുകളുടെയും ഇമാം ബുഖാരി തങ്ങളുടെയും ഒക്കെ ആദർശം. സുന്നത്ത് ജമാഅത്തിന് അടിസ്ഥാനമായ ആശയങ്ങളാണ് ഇത്തരം കിതാബുകളിലൊക്കെ മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളെക്കുറിച്ചൊക്കെ നല്ല രൂപത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കിതാബുകളൊക്കെ മുത്താലഅ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം കിതാബുകളൊക്കെ ഒരുപാട് മുത്താലഅ ചെയ്യാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം നന്നാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും പല കിതാബുകളും പരിചയപ്പെടാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.